നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രാത്രി ആക്സിഡന്റ് ആയിട്ട് വന്ന സുരേന്ദ്രന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? എന്താ ഡോക്ടറെ? നിങ്ങളാരാണ്? ഇത് സുരേന്ദ്രന്റെ വൈഫാണ്. ഇത് അമ്മ, ഇത് മകള്. അപ്പൊ നിങ്ങളോ? ഞാൻ സുരേന്ദ്രന്റെ അടുത്തൊരാളാണ്. ശരി, നിങ്ങളൊന്ന് വരൂ. വരൂ, ഇരിക്കൂ. പെൺകുട്ടിയുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. കോൺഷ്യസ് അല്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സേഫാണ്. ഇത്ര വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടും ഇത്രയ്ക്ക് നോർമൽ ഇഞ്ചുറി, അത് വലിയൊരു അത്ഭുതമാണ്. ആ കുട്ടി വലിയൊരു ദേവീഭക്തയാണ് സർ. അതിന്റെ ഒരു അനുഗ്രഹം കാണും. അത് ദേവിയുടെ അനുഗ്രഹമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. എന്തായാലും ആ കുട്ടി സേഫാണ്. കുട്ടിയുടെ അച്ഛൻ സുരേന്ദ്രന്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലൈഫിന് ഭീഷണിയില്ല, പക്ഷേ സിവിയറായ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്. അത് പക്ഷേ ഒരു എക്സ്റ്റേണൽ സ്ട്രോക്ക് കൊണ്ടോ എവിടെയെങ്കിലും ഇടിച്ചത് കൊണ്ടോ ഉണ്ടായതല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് സർ? എങ്ങനെയെന്ന് വ്യക്തമായി പറയാനാവുന്നില്ല. ഈ ആക്സിഡന്റിന്റെ ആഘാതത്തോടെ പെട്ടെന്നുണ്ടായൊരു ഞെട്ടൽ, അതൊരു മെന്റൽ ഷോക്കായിട്ട് ബ്രെയിനിനെ എഫക്ട് ചെയ്താവാമെന്നാണ് ഞാൻ കരുതുന്നത്. അതങ്ങ് മാറിക്കൊള്ളില്ലേ ഡോക്ടറെ? അവിടെയാണ് പ്രശ്നം. പേഷ്യന്റിനെ നിങ്ങൾ കണ്ടതല്ലേ? ശരിക്കും പറഞ്ഞാൽ ആളിപ്പോ ക്വയറ്റ് നോർമലാണ്. പക്ഷേ ബ്രെയിൻ ഇഞ്ചുറി കാരണം മെമ്മറി ലോസ് ആയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോ ആളൊരു കോമ സ്റ്റേജിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇവിടെ. 1-2 ദിവസം കൂടി ഒബ്സർവേഷനിൽ വയ്ക്കാം. റെസ്പോൺസ് ഉണ്ടാവുന്നില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അത്യാവശ്യം പാലിയേറ്റീവ് കെയർ നൽകി വീട്ടിൽ തന്നെ കിടത്തിയാൽ മതി. ശരി. ശരി. ഹലോ രവി. സാർ വിവരം അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്ത് വിവരം? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റോ? ആർക്ക്? രവിക്കോ? അല്ല സാർ, സുരേന്ദ്രൻ ചേട്ടനും ദേവൂട്ടിക്കും. എന്നിട്ട്? സുരേന്ദ്രൻ ചേട്ടന്റെ അവസ്ഥ കുറച്ച് മോശമാണ്. ദേവൂട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. പക്ഷേ വലിയ അപകടമില്ലെന്നാ പറഞ്ഞത്. രവി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി സാർ. ചേട്ടാ. എന്ത് പറ്റി സന്ദീപ്? അത് സൗപർണയ്ക്കും അച്ഛനും ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന്. അയ്യോ, എന്താ ആക്സിഡന്റ്? കൂടുതലൊന്നും അറിയില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. എടാ, നിനക്ക് പണം വല്ലതും വേണം? വേണ്ട കേട്ടോ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്താ അച്ഛാ? സൗപർണയ്ക്ക് ഒരു ആക്സിഡന്റ്. അയ്യോ, എന്നിട്ട്? അത് വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ സന്ദീപ് പോയത്. ഞാൻ നോക്കിയിട്ട് വരാം മോളെ. അവിടെയാണോ കൊടുക്കണ്ടേ? കുമാരേട്ടാ. രണ്ടാളും ഐസിയുല. എങ്ങനെയുണ്ട് ഇപ്പൊ? ദേവൂട്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സുരേന്ദ്രന് ജീവന് ഭീഷണിയൊന്നുമില്ല. പക്ഷേ മറ്റെന്തൊക്കെയോ തകരാറുകളുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. മറ്റു തകരാറെന്ന് പറഞ്ഞാ? ഓർമ്മയ്ക്ക് തകരാറുണ്ടെന്നോ എണീറ്റ് നടക്കാനാവില്ലെന്നൊക്കെയാ ഡോക്ടർ പറയുന്നത്. കുമാരേട്ടൻ അവരെ കയറി കണ്ടോ? ഞാനൊരു തവണ കണ്ടിരുന്നു. സുരേന്ദ്രൻ കണ്ണു തുറന്ന് തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ ആരെയും തിരിച്ചറിയുന്നില്ല. ഒന്നും മനസ്സിലാവുന്നുമില്ല. സൗവർണിക ദേവൂട്ടിക്ക് ബോധം വീണിട്ടില്ല. പക്ഷേ
ഡോക്ടർ പറഞ്ഞത് ബോധം വീഴുന്നതോടെ അവൾ ഓക്കെ ആവുന്ന. എല്ലാം അത്ഭുതമാണെന്നാ ഡോക്ടർ പറയുന്നത്. ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്ന് രണ്ടുപേര് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണിട്ടും ദേഹത്ത് മുറിവൊന്നും ഉണ്ടാകാത്തത് വലിയ ഭാഗ്യ. വീടിനടുത്താണോ? അതെ സാറേ, ഞാൻ സ്ഥലത്ത് പോയി കണ്ടതാ. കണ്ടിട്ട് രണ്ടുപേരും സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണതായിട്ടാണ് തോന്നിയത്. വണ്ടി കിടന്ന സ്ഥലത്തു നിന്നും 2-3 മീറ്റർ അകലെയായിട്ടാണ് രണ്ടുപേരും കിടന്നത്. അത്രയും അകലേക്ക് മാറി വീഴുമ്പോ സ്വാഭാവികമായിട്ടും പരുക്ക് ഇത് വന്നാ പോരാ, ആരോ താങ്ങിക്കിടത്തിയ പോലെ തോന്നും. താങ്ങിക്കിടത്തിയത് തന്നെയായിരിക്കും. ദേവിയുടെ കൈത്താങ്ങില്ലാതിരിക്കുവോ? നിനക്ക് ദേവൂട്ടിയെ കാണണമെന്നുണ്ടോ? നേഴ്സിനോട് പറഞ്ഞാ അവര് കയറ്റി വിടുന്നുണ്ട്. ദേവൂട്ടിക്ക് ബോധം തെളിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, ബോധം തെളിഞ്ഞിട്ടില്ല. ബോധം തെളിയട്ടെ, എന്നിട്ട് കാണാം. ഹലോ വിക്രമ, പറ. അണ്ണാ, സാഡ് ന്യൂസ് ആണണ്ണാ. അവള് തീർന്നല്ലേ? അത് ഹാപ്പി ന്യൂസ് അല്ലേ അണ്ണാ? ഇതല്ല, തീർന്നില്ല, രണ്ടും തീർന്നില്ല. അവളേക്കാൾ പിന്നിലിരുന്ന പാർട്ടിക്കാണ് തകരാറ്. ആളിന്റെ തലച്ചോറൊക്കെ അടിച്ചു പോയെന്നോ കിളി പറന്നെന്നോ ഒക്കെയാണ് കേട്ടത്. നീ ഇതങ്ങനെ അറിഞ്ഞു? ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഒരാളെ വിട്ടു, അയാൾ വഴി അറിഞ്ഞതാ. അറിഞ്ഞിടത്തോളം കാര്യങ്ങളൊക്കെ സത്യമാണ്. അണ്ണാ, നമ്മളിനിയിപ്പോ എന്ത് ചെയ്യും? അവൾ ആശുപത്രി കിടക്കുകയല്ലേ? അതെ. അവിടുന്ന് ഇറങ്ങി പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കുമല്ലോ. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും പുതിയ വഴികൾ കണ്ടുപിടിക്കാം. ഓക്കെ, ശരിയാണോ? ആ, പിന്നെ തൽക്കാലം നീ തിരിച്ചു പോണ്ട, ഇവിടെ നിൽക്കേ. ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ, നിക്കണ്ണ. ആ, എന്നാ ശരി, നമുക്ക് കാണാം. ഓ, ശരി. നീ എങ്ങോട്ട് പോകുന്നു? ഇന്നലെ രാത്രിയില് ദേവൂട്ടേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഏതോ ദുഷ്ടൻ കാറോ മറ്റോ കൊണ്ട് ഇടിച്ചിട്ട് നിർത്താനാ പോയെന്നാ പറഞ്ഞത്. അപ്പാ ചേച്ചിക്ക് ബോധം പോയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ഹോസ്പിറ്റലാ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്താപ്പാ? ഇന്നിപ്പോ നീ എങ്ങും പോണ്ട. അപ്പോ ചേച്ചി? പറയുന്ന കേക്ക്, കേറി പോകത്ത്. അപ്പാ നിനക്ക് ചേച്ചിയും അനിയത്തിയും ആരുമില്ല. നീ ഒറ്റയാ, ഒറ്റ മകൻ. നാഗപ്പയുടെയും വനജയുടെയും ഒറ്റ മോൻ. അതങ്ങനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ അപ്പാ?